അയ്യോ വഴി തെറ്റിപ്പോണ്. എടാ പിന്നെ വരുമ്പം ഒരു ലൊട്ട തരമൊന്നും കാണിക്കില്ല, നമ്മളൊരു റിവീലിങ്ങിനാണ് പോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഇതിൽ പോകണം, മനസ്സിലായില്ലേ? അല്ല റൂമിൽ കയറിച്ച് ലൊട്ട പരിപാടി കാണിക്കല്ലേ, അത്രേ എനിക്ക് പറയുള്ളൂ. എടാ ഞാൻ ചാറ്റ് വായിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് പൊയ്ക്കോട്ടെ, അവിടെ അത്യാവശ്യമായിട്ട് നിൽക്കുമല്ലേ അവൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വായിക്കാം കേട്ടോ. എനിക്കിവിടെ സമയമുണ്ടല്ലേ, നമ്മളെന്തായാലും ഇപ്പോൾ ഉടനെ ഇങ്ങോട്ടൊന്നും പോകണല്ലോ. അയ്യോ ഇടിക്കല്ലേ, എത്ര തവണ ഞാൻ ആഗ്രഹിക്കും ഇടിക്കരുതെന്ന്, പക്ഷേ ഇടിക്കും. അതാണ് ഇനി ഞാൻ വീണ്ടും കൊണ്ടുപോയി റിപ്പയർ ചെയ്യണ്ടേ. അതാണ് രണ്ടിടത്ത്, അത് അതിനേക്കാളും ബുദ്ധിമുട്ടിക്കണം ലൊട്ട പരിപാടി. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാം. കൺട്രോൾ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ആ മുത്തേ ഞാൻ വന്ന് എവിടെ ആ അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണം. അവിടെ ബസ് സമയം കാണാനില്ലല്ല. ഹൈഡ് നിൽക്കും ഇവിടെ നിൽക്ക്, കുറച്ച് പേര് വരട്ടെ. ഓക്കെ സെറ്റ്. ഓക്കേടാ ഓക്കെ നമുക്കെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വെയിറ്റ് ആക്കാം അല്ലേ മുത്തേ? ആരൊക്കെ വരണുണ്ട് കേട്ടാ? കെ പൈലറ്റാ മുത്തേ? KPLO ആണോ D ആണോ അത്? എല്ലാവരും ബ്ലൂ മോണാക്കാൻ. ഓക്കേടാ ഓക്കെ സെറ്റ്. നമ്മൾ റിവീലിങ്ങിന് പോകുമ്പം റിവീൽ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞ് കേൾക്കണം. ഓക്കെ ഞാൻ ബ്ലൂ മോണാക്കിയിട്ടുണ്ട് മുത്തേ. ലാഗടിക്കുമോ എന്തോ ലൊട്ട. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്ക് നോക്കാം. എടാ റിവീലിംഗ് ആണ്, എങ്ങനെയാവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ മുത്തേ. ഇതാരി മുത്തേ? എടാ അത് മറ്റേ ഗോക്കുവിൻ്റെ ബസ്സാണോ മുത്തേ? ഗോക്കുവിൻ്റെ ബസ്സാണാ? എടാ ഞാൻ വാങ്ങിച്ചേണ്ടാ ഗോക്കുവിൻ്റെ ബസ്. അത് നീലായിരുന്നു. അവൻ എങ്ങനെ ചുമന്നിരിക്കണേ? അത് അഴുക്കടിച്ച് ചിലപ്പോൾ അങ്ങനെ ആവും കേട്ടോ. അഴുക്കാണ് എന്താണ് ചിലപ്പോൾ അങ്ങനെയാണ് കാണിക്കണം. അഴുക്കാണല്ലേ വെച്ചാൽ എനിക്ക് ഉറപ്പ് പറയത്തില്ല. ഈ സെയിം ബസ് എൻ്റെ കയ്യിലുണ്ട്, വേൾഡ് സെയിൽ എടുത്തതാണ് സെയിം ബസ്, എനിക്ക് ഉറപ്പാണ്. ബാ റിവീൽ ചെയ്യാം. ഓക്കെ വരണോ? പൊയ്ക്കോ മുത്തേ പൊയ്ക്കോ. എടാ നമ്മൾ റിവീലിങ്ങിന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും അർജുൻ്റെ ബസ് റിവീലിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് മുത്തേ. എല്ലാവരും വന്നോ. നമ്മൾ ആകാംക്ഷ ഭരിതരാണ് മുത്തേ. ഞാൻ എന്തായാലും അവിടെ ഉണ്ട് കേട്ടോ മുത്തേ. എനിക്കിപ്പോൾ തന്നെ കാണാം. എടാ ഇവൻ നോക്കട്ടെ ഓട് കൊള്ളാതെ ഓടും കേട്ടോ. എന്തിനാ ഒരു വെളിച്ചിങ്ങനെ അടിക്കണ് മുത്തേ? അവൻ നോക്കാം ബ്രദർ. നോക്കാം. എടാ എനിക്ക് അവിടെ ഡബിൾ സാധനം അടിക്കുന്നത് കേട്ടാ. കെ മച്ചാ മുത്തേ. എടാ ഇടിക്കൽ നമ്മൾ ലൊട്ടയാക്കല്ലേ റൂമ്. ഞാൻ ഭഗവാനാ ബ്രദർ. W ഫഗവാൻ കൊള്ളാം കേട്ടാ. ബ്ലൂമിൻ്റെ ഹെഡ്ലൈറ്റ് സാധനം സെറ്റ്. ADA എന്തിനാ എന്ത് വായിക്കാൻ പറ്റില്ല. ഇത് അൾട്ടിമേറ്റ് ഗോഡ് മുത്തേ. ഞാൻ സീരിയസ്ലി പറയണം കേട്ടോ. ഇതാണ് കേട്ടോ ബസ്. ആ ചുമന്നല്ല കേട്ടോ, ഇതാണേ ബസ്. ഭഗവാൻ മുത്തേ കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഡബിൾ സാധനം മുത്തേ. എടാ ബസ് മാറ്റടാ, ഞാൻ ഒന്ന് കണ്ടോട്ടറാ മുത്തേ. ഇത് അൾട്ടിമേറ്റ് ഗോഡ് ഡബിൾ സാധനം മുത്തേ. സാധനം എനിക്കിഷ്ടപ്പെട്ടു. ഗ്രാഫിക്സ് നോക്ക്. കണ്ട് കൊള്ളാം. ഞാൻ എല്ലാം കണ്ട്. എടാ ബ്ലൂ മോണാക്കി മറ്റേ ചുമന്ന വണ്ടി കണ്ട തിളങ്ങാണ് മുത്തേ. അതിരുന്ന് കാര്യം പറയാല്ലേ. കാടാ മുത്തേ. എന്ത് ചോദിച്ചാണ് കാണും. കണ്ണെന്നാണ് വ്യക്തമാണില്ല. എന്തായാലും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡബ്ല്യൂടാ കൊള്ളാം. W സാധനം എനിക്ക് കൊള്ളാം. മുത്തേ നമ്മൾ ലൊട്ടയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ചുമ്മാ ലൊട്ട പറഞ്ഞല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു മുത്തേ. അവർ എന്തിനാണ് നമ്മൾ ചെയ്തു വെച്ചേക്കണ അത്യാവശ്യം എന്ത് പറയണം അതിനെ. കൊള്ളാം അത് തന്നെ. അതിനിപ്പോൾ കൂടുതലായിട്ട് ബന്ധിട്ടാണ്. ബ്ലാക്ക് സ്കോഡ് 1 വന്നിട്ടുണ്ടല്ലോ മച്ചാ. നേരത്തെ വന്നതല്ലേ? മറ്റേ ഷാജി പാപ്പൻ്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കൊള്ളാം. നല്ല പവർ സാധനം. ഇത് കൊള്ളാം അല്ലേ? എൻ്റെ ഇത് അടങ്കോമാല. അതായിരുന്നല്ലേ വെച്ചിരുന്നത്. നൈസ്. കൊള്ളാം. ബ്ലൂ മോണാക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് എടുത്തറിയാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഇതാരും എന്തൊരു ബസ്സിൻ്റെ മേളോ മുത്തേ. ഞാൻ ഒരാളെ ബസ് റിവീലിംഗ് ആണ്. എല്ലാവരും കൂടെ കയറി വന്ന മുത്തേൻ്റെ ഇടയിൽ സാധനം. ഇതാണ് കേട്ടാ ബസ് കേട്ടാ. റിവീലിങ്ങിന് കൊണ്ടുവന്ന ബസ് ഇതാണേ മുത്തേ. ഭഗവാൻ എന്ന് പറഞ്ഞുള്ള ഈ ബസ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അർജുൻ്റെ ബസ്സാണ്. പുതിയ ബസ്സാണ്, റിവീലിങ്ങിന് കൊണ്ടുവന്നതാണ് മുത്തേ. എല്ലാവരും കൂടെ അത്യാവശ്യം നോക്കുക കേട്ടോ. എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്നാണ് തോന്നിയത് ഈ ബസ്. ഇത് ബ്ലൂ ഓണാക്കിയിട്ടാണ് ഇത്ര ഇങ്ങനെ കാണിക്കണം. ഹൈഡ് വിനിൽസ് ഓണാക്ക് എനിക്ക് നോക്കട്ടെ. ഹൈഡ് വിനിൽസ് ഓണാക്ക് എൻ്റെ പ്രൊഫൈൽ. ഹൈഡ് വിനിൽസ് ഷോ വിനിൽസ് ഓണ തീപ്പൊരി കേട്ടാ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് വെച്ചാൽ ആ ഒരു എഴുതി വെച്ചെല്ലാം പോയി ഭിത്തി കൂടെ എന്തോ ഒന്ന് സാധനം കൊള്ളാന്ന് തോന്നി. കൊള്ളാം. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ എന്തോ ഒരു ഡബിൾ ഫീൽ അടിച്ച പോലെ. അല്ല കൊള്ളാം കേട്ടോ. അത്യാവശ്യം
എന്നുവെച്ചാൽ എഴുത്തൊന്നും ഇല്ലാതെ പോയപ്പോഴും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ ഹെഡ്ലൈറ്റിൻ്റെ സാധനമാണെങ്കിലും കൊള്ളാം. ഇവന്മാരെല്ലാം വണ്ടി എങ്ങനെ ആയിട്ടുണ്ട്? ഹെഡ്ലൈറ്റ് മറ്റേ അത് അവൻ്റെ മാത്രമല്ലേ മാറ്റിയ ബിഗ് ബ്രദർ കെ എൽ അപ്പൂനെ എനിക്കറിയാം. കെ എൽ സൂപ്ര ആയിരുന്നു മുത്തേ. ആർക്കെങ്കിലും ഗ്രാഫിക്സ് കാണാവോ? ഇല്ല. ആ ഗ്രാഫിക്സ് പോയപ്പോഴും ലൊട്ട അടിച്ചില്ല. ഇല്ല, റിവീലിംഗ് ഒന്നും ലൊട്ടയായില്ല, അതുള്ള പറയാല്ലേ. റിവീലിംഗ് ഒരിക്കലും മോശമായിട്ടില്ല മുത്തേ, അതെനിക്ക് പറയണത് സന്തോഷമേ ഉള്ളൂ. ഇവിടെ വണ്ടി അതറിൽ പോയിട്ട് സൈഡ് വർക്ക് കാണാമോ എന്നാ TMSൻ്റെ ആണോ? ഈ റൂമിൽ എത്ര പേരുണ്ട് മുത്തേ? ഈ റൂമിൽ 9 പേരുണ്ടാ. ഓക്കെ, എന്തായാലും നോക്കാം. ഇപ്പോൾ പൈസ എത്ര? 3,99,66,130 രൂപ. ഓ, കുറച്ചുകൂടെ മതിയല്ലേ? ആർക്കെങ്കിലും സൈഡ് വർക്ക് കാണാൻ പറ്റാ? എനിക്കൊന്നും കാണാനില്ലല്ലോ മുത്തേ. സൈഡ് വർക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാര്? ഇല്ല, സൈഡ് വർക്കൊന്നും ഇല്ല മുത്തേ. അതേപോലെ തന്നെ ലൈവ് എത്ര പേര് കാണുന്നുണ്ട്? ലൈവ് 9 പേര് കാണുന്നുണ്ട്. ഓക്കെ ഏട്ടാ, പിന്നെ ഒരു വണ്ടി തരുമോ? എടാ, നമ്മൾ ലൈവിൽ ആർക്കും വണ്ടി കൊടുക്കാറില്ലടാ. എടാ, നിൻ്റെ പേരെത്തി വലുത് കേട്ടോ, അതുകൊണ്ടാണ് വായിക്കാൻ പറ്റാത്തത്. ലൈവിൽ ആർക്കും വണ്ടി കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാലേ പിന്നെ വണ്ടിക്ക് വേണ്ടി മാത്രം ആൾക്കാർ ലൈവ് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് കേട്ടോ. അല്ല വണ്ടി തരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, നമ്മൾ വണ്ടിയെ കൊടുത്തിട്ടുള്ളതന്നെ. പക്ഷേ അതിന് ശേഷം എടാ ഇതെന്തൊരു സാധനം, എടാ മാറിയാണ്ടാ അതിന് തള്ളിക്കൊണ്ട് പോലെ. എടാ ഞാൻ ഒന്ന് കണ്ടോട്ട് അനിമല്. എടാ ഇതെന്തൊരു സാധനോടാ ഇത്? ബാറ്റ്മാനെ നിൻ്റെ ബാറ്റ്മാനെ സീൻ സാധനം. നിന്റെ എടാ മാറിപ്പോയി കിടിലായി മുത്തേ. ഇതൊക്കെ സത്യം പറ, ഇതൊക്കെ എനിക്ക് ബോൺ ഫ്രം ഈഗോ എന്നൊക്കെ എഴുതി വെച്ചേക്കണം. ലോക ഓമാര് ചിലപ്പോൾ ക്ലാൻ ഉണ്ടല്ലോ ഇതിൻ്റെ അത് കുറച്ചപ്പോൾ അതിനനുസരിച്ചുള്ള ഓമാര് ചെയ്യണേണ്. ഓക്കെ ലോകാന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, അതാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. എത്ര ആൾക്കാരടാ, നമ്മളൊക്കെ സ്ഥലം താടാ, നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. നേരത്തെ ആരെ ബസ്സിൽ എടാ നിറയിക്കൊണ്ട് പോകല്ലേ തന്നെ. എടാ ഇമാരെ നിറയിക്കൊണ്ട് പോകണ്ടാ ബ്രോ. വേണ്ട എടാ നമ്മൾ വിഷമിക്കല്ലേ കേട്ടോ. നമ്മൾ തരാത്തെന്ന് വെച്ചാൽ ഈ ലൈവിൽ കൊടുക്കാൻ തുടങ്ങി അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, അല്ല ആർക്കും തരണേ എനിക്കൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ലൈവ് കഴിഞ്ഞിട്ട് വല്ല കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റേ വന്ന് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ലൈവ് അല്ല ഞാൻ തരാം, മനസ്സിലായില്ലേ? തരണേ എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ പോയാടാ, അർജുൻ പോയാ? ഇല്ലല്ല, അർജുൻ അവിടെ ഉണ്ട്. ബാറ്റ്മാൻ ക്ലാൻ ഇല്ലല്ലോ, പിന്നെ ലോകാന്ന് ചോദിച്ചേക്കണ. കൊള്ളാം. ഇവന്മാരൊക്കെ ബസ് ചിലതൊക്കെ നൈസാണ്. ഇവന്മാർ ഈ ക്ലാനിലുള്ളവർ ഉള്ളത് കൊണ്ട് ചിലർ അവർ ആ ക്ലാനിനനുസരിച്ചുള്ള അതനുസരിച്ച് എല്ലാവരും ഒരേ മോഡൽ ചെയ്ത് വയ്ക്കും. അതൊക്കെ ഞാൻ കണ്ടു. എൻ്റെ എടാ ഇതൊക്കെ എന്തൊരു സാധനങ്ങളടാ മുത്തേ. എടാ യുവന്മാരെന്നെ എടാ ഇതെന്തിനാടാ? എനിക്കിഷ്ടം എടാ സാധനം എനിക്കിഷ്ടപ്പെട്ടോ. കൊള്ളാം, നൈസ്, കൊള്ളാം. ഇത് സൂപ്പർ ആൻഡ് സെൻഡ്. താങ്ക് യു ബ്രദർ ഫോർ ദ 5 lakh rupee ബ്രദർ. താങ്ക്സ് ഡാ. എടാ പ്ലെയർ 473 മച്ചാനെ. ഇത് കിടില സാധനം തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു പ്ലെയർ 400. ഇതെന്തൊരു സാധനം ഇടാ മുത്തേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എടാ ഇതൊക്കെ എന്തൊരു വണ്ടിയടാ. ഇതൊക്കെ എനിക്ക് വേണമെന്ന് വെച്ചാൽ മറ്റേ വേൾഡ് സെയിൽ എടുത്തേനെ കേട്ടോ. അവൻ്റെയൊക്കെ വണ്ടി ഇരിക്കണം കേട്ടോ മുത്തേ. സാധനം കൊള്ളാം കേട്ടാ ബ്രോ. ഫോണിക്സിനെ നോക്ക്, ഞാൻ വന്ന്. ഫോണിക്സ് ആടാ മുത്തേ, ഞാൻ നോക്കാമേ. ഫോണിക്സ് എവിടെ? അതേണ്ട ഫോണിക്സ് കണ്ട് നീ വന്നോ കേട്ടോ. വന്ന 12 പേര് റൂമിൽ. അവിടെ 4 കോടി മുത്തേ. 4 കോടി ആയതുകൊണ്ട് താങ്ക് യു മച്ചാനെ, നീ പൈസ അയച്ചു തന്നതിന്. അതുകൊണ്ടാണ് 4 കോടിയായ. ബ്രോ ലുക്ക് മൈ കാർ. എവിടെടാ ബ്ലാക്ക് സ്കോഡേ മുത്തേ? കാണാനില്ല. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. പിന്നെ ഇൻസ്റ്റയിൽ ഒരു കാര്യമുണ്ട് മുത്തേ. ഇൻസ്റ്റയിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മളെന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഞാൻ നോക്കാം. കൂടുതലും ഞാൻ ഇൻസ്റ്റയിൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ സാധ്യമില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ വരെ താഴെ നിന്നൊക്കെ ഞാൻ ഇൻസ്റ്റ ലിങ്ക് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് അങ്ങനെ അധികമായിട്ട് ഇനി ഇൻസ്റ്റയെ കാണൂല, അതുകൊണ്ടാണ്. പക്ഷേ അക്കൗണ്ട് അവിടെ തന്നെ കാണും. അത്ര അത്യാവശ്യ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറും, സബ്സ്ക്രൈബേഴ്സ് വല്ല റിപ്ലൈ കൊടുക്കും. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് കാണൂല, ആക്റ്റീവ് ആയിരിക്കില്ല.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത്. ഓ മിഷബ് വന്നാ. മിഷബെ എന്തല്ലാടാ? ഹായ്ഡാ മിഷബെ മുത്തേ, എന്തെല്ലാം? ഹായ്ഡാ, ഹായ് 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 മിഷബെ. ടി വി എന്നൊക്കെ എനിക്ക് മറ്റേ അണ്ണൻ്റെ പരുന്ത്. ഹലോ ഫ്രണ്ട് റിക്വസ്റ്റ് റെഡ് ഫോക്സ് എന്തരടാ? സഹൽ എന്തിനാ ഇട്ടേണ മുത്തേ? എന്നെ ആരെ ഇടിച്ച് തരും? ബ്ലാക്ക് സ്കോഡ് കൊള്ളാം. ബ്ലാക്കേ നൈസറാ, നൈസ് വണ്ടി. മുത്തേ നമ്മൾ റിവീലിങ്ങിന് വന്നതാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും കയറി വന്നു. ഞാൻ പറഞ്ഞു തരുന്നു അടുത്ത റൂം ഇടാന്ന്. പക്ഷേ അവന്മാർ അനുവിനെ കയറി വന്നു കേട്ടാ. കൊള്ളാടാ, ഞാൻ കയറാൻ പറ്റുമോ എൻ്റെ വണ്ടിയിൽ? അവൻ അങ്ങ് പോയി. കുഴപ്പമില്ല. എടുത്ത് ആര് മുത്തേ? സൈബറുവാ ബ്രോ. എങ്ങോട്ടെങ്കിലും പോയാലോ ഇവിടെ നിന്ന്? എടാ ഞാൻ ഒരു റിവീലിങ്ങിന് വന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കണം, മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പോവായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ അടുത്ത് നിൽക്കൂ. നമ്മൾ പറ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെ കൊണ്ടുപോയി, മനസ്സിലായില്ലേ? എടാ ലൈക്ക് എത്രയാടാ മുത്തേ? എടാ ലൈക്ക് ഒരു ലൈക്ക് കൂടെ ഉണ്ട് 20 ലൈക്കാണ് മുത്തേ. ഒരു ലൈക്ക് കൂടെ ഉണ്ട് 20 ലൈക്ക്. ആരെങ്കിലും ലൈക്ക് അടിച്ചൊന്ന് സെറ്റാക്കി താ മുത്തേ. 20ാമത്തെ ലൈക്ക് ആരടിക്കില്ലേ നമുക്ക് നോക്കാം. റെഡ് ഫോക്സ് ബ്രോ PM നോക്ക്. PM എന്തോ സാധനം? PM ചെയ്യാമോ? എടാ ഞാൻ കയറാറ് പോലെ ഞാനിപ്പോൾ കയറാറ് പോലെ മുത്തേ. ഞാൻ ഇല്ല കയറുവാണേ ഫോളോ ചെയ്യാം. ചുമ്മാ ലൊട്ട പറഞ്ഞല്ലേ മുത്തേ. എൻ്റെ ഇൻസ്റ്റാണ് നിങ്ങൾക്ക് നോക്കണേ അറിയാം. ഞാൻ അങ്ങനെ കയറാറില്ല. കയറുവാണേ ഫോളോ ആക്കാം. ബെസ്റ്റ് മീറ്റപ്പ് മാർക്കോ. ബെസ്റ്റ് മീറ്റപ്പ് അത് റിവീലിങ്ങിന് വന്നതാണ്. ഇറങ്ങിയിട്ട് വേറെ റൂമിൽ കയറിയാലേ? അതാവുമ്പോൾ നമുക്ക് പോവായിരുന്നു. അർജുൻ പോയെന്ന് തോന്നുന്നു. അർജുൻ പോയി. അവൻ്റെ ബസ് റിവീൽ ചെയ്യാൻ വന്നതാണ്. അവൻ പോയി.